ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൽദോ. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ റൂംമേറ്റ്സ് ആണ്. സത്യം പറയാലോ, ഇതിലും നല്ല റൂംമേറ്റിന് ഒരാൾക്കും ജന്മത്തിൽ കിട്ടില്ല. പക്ഷേ 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു പുതിയ സിറ്റിയിലേക്ക് എൻ്റെ ബ്രദർ സഹീൻ്റെ കൂടെ മൂവ് ചെയ്യാണ്. പക്ഷെ അതിനു മുന്നേ എൻ്റെയും എൽദോൻ്റെയും ഫേവറേറ്റ് യൂട്യൂബറായ റയൻ ട്രേഹാൻ്റെ വീഡിയോസ് കണ്ട് ഞങ്ങൾ മെക്സിക്കോക്കാരുടെ ഫുഡായ ബുറീറ്റോ കഴിക്കാൻ ചിപ്പോട്ലെ എന്ന റെസ്റ്റോറൻറ്റിൽ പോയി. Do we dare? Yes, we do. Always gotta slap the burrito. എൽദോനെ അവസാനമായി ഞാൻ അവന്റെ വർക്കിൽ കൊണ്ടുവിട്ടു. See ya. അടുത്ത ഈ കണ്ട ട്രക്കുകൾക്കിടയിൽ വെച്ച് ഞങ്ങളുടെ ട്രക്ക് കണ്ടുപിടിക്കണമായിരുന്നു. Yes, guys. ഇത് മതിയാണോ? ഇതെന്ത് നീളാ? പൈസ ലാഭിക്കാൻ വീട്ടിലെ ചെക്കന്മാരെ കൊണ്ട് സാധനങ്ങളെല്ലാം ട്രക്കിൽ കയറ്റിച്ചു. പോകാൻ നേരം എൽദോ ആകെ വിഷമത്തിലും ഒരിച്ചിരി കരച്ചിലും ഒക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഞാനും എൽദോയും തമ്മിലുള്ള ഒരു ഫോൺ കൺവെർസേഷൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ എൻ്റെ സ്വന്തം കോമഡി ലെജർ പോഡ്കാസ്റ്റ് ആയ ആഫ്റ്റർ അവേഴ്സ് മലയാളീസ് എന്ന് നിങ്ങൾക്ക് അടിച്ചു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. ചെക്ക് ഇറ്റ് ഔട്ട്. ബിഗ് ബോസ് കാണല് അടിപൊളിയല്ലേ? അടിപൊളി ഒത്തന്റിക് റിയാലിറ്റി ഷോ. ഫേക്ക് അല്ല, ഫേക്ക് ആണത്. ഫേക്ക് അല്ല, ആൾക്കാർ ഓരോ ക്യാരക്ടേഴ്സ് അഭിനയിക്കുകയാണ്. പക്ഷെ എത്രയെന്ന് വെച്ചിട്ട് അഭിനയിക്കണ ഈ ബിഗ് ബോസ് എല്ലാ ഷോ എടുത്ത് നോക്കേണ്ടി ഫസ്റ്റില് ഒരാഴ്ചക്കെ എല്ലാരും വൻ നീറ്റ് ആയിരിക്കും. ആ ഒരാഴ്ചയാണ് നീ പറഞ്ഞ പോലെ ഒരു പ്രിറ്റൻഡ് ചെയ്യണ ആ ക്യാരക്ടർ. പിന്നെ ഒരാഴ്ച 10 ദിവസം ചില ആൾക്കാർ തനി നിറം വരും. അത്രക്ക് ഒരു അടിപൊളി റിയാലിറ്റി ഷോ എവിടെ കിട്ടും? ഒരാളുടെ ഉള്ളിലെ ഏറ്റവും വേസ്റ്റ് സൈഡ് കാണിക്കുന്ന ഒരു ഷോ ആയിട്ടാണ്. ബെസ്റ്റ് അത് നമ്മളനുസരിച്ചാണ്. നിന്റെ ദൈവത്തിന്റെ പേരെന്താ? ഡോക്ടർ രഞ്ജിത്ത. കാനഡയിലെ എല്ലാ ലോങ് ട്രിപ്പും തുടങ്ങുന്ന പോലെ ഞങ്ങളും ടിമ്മിൽ കയറി കാപ്പി വാങ്ങിച്ചു. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഡീസലിന്റെ വില എന്താ ഇവിടെ കൂടുതൽ? ഡീസലിന്റെ വില കൂടുതലോ? നമ്മളെ നാട്ടിൽ ഡീസലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക, പെട്രോൾ അല്ല. അതെ, സാധനം ഒന്നാണല്ലോ, പക്ഷെ വിലന്റെ വ്യത്യാസം എങ്ങനെ വരുന്നത്? സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ പുതിയ തട്ടകം, കിച്ചണർ, ഒണ്ടാരിയോ, കാനഡ. സാധനങ്ങൾ വേഗം ഇറക്കി ഞങ്ങൾ നേരെ പുട്ടടിക്കാൻ പോയി. പുട്ടല്ല, ഐ മീൻ ആഫ്രിക്കൻ പെരി പെരി ചിക്കൻ. ഇനി കുറച്ച് വർഷങ്ങൾക്ക് ഇതാണ് എൻ്റെ മുറ്റത്തെ വ്യൂ. പിന്നെ കിച്ചണറിലേക്ക് മൂവ് ചെയ്യുന്ന മുന്നേ ഞാൻ അവസാനമായി ഒരു കാര്യം കൂടി ചെയ്തിരുന്നു. ഞാൻ ബെസ്റ്റ് ബൈ പോയി ഗൂഗിളിൻ്റെ ഒരു ഡിജിറ്റൽ ഫോട്ടോ ഫ്രെയിം വാങ്ങിച്ച് എൽദോയും ഞാനുള്ള സകലമാന ഫോട്ടോസും അതിൽ കയറ്റി. എൽദോ കാണാതിരിക്കാൻ കാറിൽ വെച്ച് ഞാൻ സാധനം റാപ്പ് ചെയ്ത്. എനിക്ക് ഈ കാര്യങ്ങളിൽ വലിയൊരു കഴിവൊന്നുമില്ല. എന്നിട്ട് എൽദോനെ ഞാൻ പിക്ക് ചെയ്തു. കോളേജ് കാണിക്കാൻ കൊണ്ടുപോകാം. വെൽക്കം ടു ഫാൻ ഷോ കോളേജ്. ഇതിനാണോ എന്നെ അവിടുന്ന് ഉറക്കത്തിൽ എഴുന്നേൽപ്പിച്ച്? എല്ലാ ഫോട്ടോ നമ്മുടെ എല്ലാ ഫോട്ടോ അതിലുണ്ടാവും. ഇതിനകത്തിട്ടോ 3 വർഷം എന്റെ സൈഡിലുണ്ടായിരുന്നതാണ് ഈ. ഇനി ഞാനല്ലാതെ ഏതോ ഒരു അധഭാഗ്യനാണ് നിന്നെ പോലത്തെ ഒരു സൈക്കോ ഇനി വേറെ ഉണ്ടാവില്ല. 3 വർഷം ഞാൻ നിന്നെ സഹിച്ചു, ഇനി എന്നെ കൊണ്ടാവില്ല. എനിക്ക് എന്റെ ഒരു അനിയനെ പോലായിരുന്നു. എന്തൊരു തള്ളു. ഓ, അയ്യോ, Take care. Yeah.